വിൻസ് യൂണിവേഴ്സിലേക്ക് സ്വാഗതം. പുതിയ കാര്യങ്ങൾ പഠിക്കാൻ നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ ദയവായി ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഞങ്ങളുടെ അടുത്ത വീഡിയോകൾ ഒന്നുപോലും മിസ് ചെയ്യാതിരിക്കാൻ ആ നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തു വെക്കുക. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? ബൈബിളിലെ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ വിവരിച്ചിരിക്കുന്ന ദൈവം ലോകത്തെ സൃഷ്ടിച്ച 6 ദിവസങ്ങളിലെ സംഭവങ്ങളുടെ വിശദാംശങ്ങൾ താഴെ നൽകുന്നു. സൃഷ്ടിയുടെ 6 ദിവസങ്ങൾ. 1-ാം ദിവസം പ്രകാശം. സൃഷ്ടി. ദൈവം പ്രകാശത്തെ സൃഷ്ടിച്ചു. വിശദാംശം: പ്രകാശത്തെ ദൈവം പകൽ എന്നും ഇരുട്ടിനെ രാത്രി എന്നും വിളിച്ചു. സന്ധ്യയും പ്രഭാതവും ചേർന്ന് 1-ാം ദിവസമായി. 2-ാം ദിവസം ആകാശം, ആകാശവിരിപ്പ്. സൃഷ്ടി. വെള്ളത്തെ വേർതിരിക്കാനായി ദൈവം ആകാശവിരിപ്പ് ഫർമമെന്റ് സൃഷ്ടിച്ചു. വിശദാംശം: മുകളിലുള്ള വെള്ളത്തെയും താഴെയുള്ള വെള്ളത്തെയും വേർതിരിക്കാൻ ഈ ആകാശവിരിപ്പ് സഹായിച്ചു. ഇതിനെ ദൈവം ആകാശം എന്ന് വിളിച്ചു. 3-ാം ദിവസം കരയും സസ്യങ്ങളും. സൃഷ്ടി. വെള്ളത്തെ ഒരുമിച്ചുകൂട്ടി കരഭൂമി വെളിപ്പെടുത്തി. ഭൂമിയിൽ ചെടികൾ, പുല്ല്, ഫലവൃക്ഷങ്ങൾ എന്നിവ മുളപ്പിച്ചു. വിശദാംശം: സമുദ്രങ്ങളെയും കരയെയും വേർതിരിച്ചു. ഭൂമിയിൽ ജീവന്റെ ആദ്യരൂപങ്ങളായ സസ്യജാലങ്ങളെ ദൈവം ഒരുക്കി. 4-ാം ദിവസം നക്ഷത്രങ്ങളും സൂര്യചന്ദ്രന്മാരും. സൃഷ്ടി. പകലും രാത്രിയും വേർതിരിക്കാനും കാലങ്ങളെയും ദിവസങ്ങളെയും വർഷങ്ങളെയും അടയാളപ്പെടുത്താനും സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ എന്നിവയെ സൃഷ്ടിച്ചു. വിശദാംശം: ആകാശവിരിപ്പിൽ വെളിച്ചത്തിനായി ദൈവം ഇവയെ സ്ഥാപിച്ചു. 5-ാം ദിവസം കടൽജീവികളും പക്ഷികളും. സൃഷ്ടി. സമുദ്രത്തിലെ വലിയ മത്സ്യങ്ങളെയും ജലജീവികളെയും ആകാശത്ത് പറക്കുന്ന പക്ഷികളെയും സൃഷ്ടിച്ചു. വിശദാംശം: വർദ്ധിച്ചു പെരുകാൻ ദൈവം ഇവയെ അനുഗ്രഹിച്ചു. 6-ാം ദിവസം ഭൂമിയിലെ ജീവികളും മനുഷ്യനും. സൃഷ്ടി. ഭൂമിയിലെ മൃഗങ്ങളെയും ഒടുവിൽ ദൈവത്തിന്റെ സാദൃശ്യത്തിൽ മനുഷ്യനെയും സൃഷ്ടിച്ചു. വിശദാംശം: മൃഗങ്ങളെ സൃഷ്ടിച്ച ശേഷം തന്നോട് സാദൃശ്യമുള്ള പുരുഷനെയും സ്ത്രീയെയും ദൈവം സൃഷ്ടിച്ചു. ഭൂമിയെ ഭരിക്കാനും പരിപാലിക്കാനും ദൈവം മനുഷ്യനെ ഏൽപ്പിച്ചു. 7-ാം ദിവസം. 6-ാം ദിവസം സൃഷ്ടിജാലങ്ങൾ പൂർത്തിയായ ശേഷം ദൈവം 7-ാം ദിവസം വിശ്രമിച്ചു. സൃഷ്ടിക്കപ്പെട്ട എല്ലാറ്റിനെയും ദൈവം ആശീർവദിക്കുകയും 7-ാം ദിവസത്തെ വിശുദ്ധമായി വേർതിരിക്കുകയും ചെയ്തു. ഈ വീഡിയോ കണ്ടതിന് ഏവർക്കും വലിയ നന്ദി. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദവും പ്രചോദനകരവുമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും വിൻസ് യൂണിവേഴ്സ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഞങ്ങളുടെ വരാനിരിക്കുന്ന എല്ലാ വീഡിയോകളെക്കുറിച്ചും കൃത്യമായി അറിയാൻ ആ നോട്ടിഫിക്കേഷൻ ബെൽ അമർത്തുമല്ലോ. നിങ്ങളുടെ പിന്തുണയാണ് ഞങ്ങളെ വളരാനും കൂടുതൽ മികച്ച വീഡിയോകൾ ചെയ്യാനും സഹായിക്കുന്നത്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടേയിരിക്കുക, പുതിയ അറിവുകൾ തേടിക്കൊണ്ടേയിരിക്കുക, പ്രചോദിതരായിരിക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ.